പ്രൈസ് ദി ലോർഡ്. കൈയടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതം ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രക്ഷുബ്ധമായ അവസരത്തെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പുതിയ ദൈവതന്ത്രങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് കാണാം. ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ രസതന്ത്രം, ഊർജ്ജതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ സുവിശേഷ തന്ത്രമുണ്ട്. അതൊരു ടെക്നിക്കാണ്. ശരിക്കും ടെക്നിക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിലല്ല, പോസിറ്റീവ് മീനിങ്ങിൽ അതൊരു ശാസ്ത്രം പോലെയാണ്. സുവിശേഷ ശാസ്ത്ര വിധിപ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ്, ഇപ്പം നമ്മൾ നിക്ഷേപകരെന്നല്ലേ പറയണത്, ഉടമ്പടിയിലെ ചില നിക്ഷേപകർ, ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല, പങ്കാളികളെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടി ഒരു പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ്. അപ്പോൾ അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിലെ നിക്ഷേപകരെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള വാക്യം.
കാര്യം കർത്താവിൻ്റെ ചില വചനങ്ങളുടെ ആ വേലി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവം വരച്ചിട്ട മാർഗങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. മത്തായി 25:30. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എൻ്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കൾട്ട് വേഡ് എന്നാണ് വിളിക്കുന്നത്. ഒക്കൾട്ട് വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢവചനം. ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട്, ദൈവം രഹസ്യത്തിൽ പറയണ വചനങ്ങളുണ്ട്. വെളിച്ചത്ത് പറയുന്ന വചനങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. മത്തായി 10:26-27. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ഇപ്പം ചില പറച്ചിൽ ഇരുട്ടത്തായിരിക്കും പറയണത്. അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് പറയും, ഇരുട്ടത്ത് നമ്മുടെ കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സ്വരം മാത്രം കേൾക്കും. അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അവിടെ വേണ്ട നമുക്ക് വ്യക്തതയില്ല, നമുക്ക് വ്യക്തമല്ല, കാഴ്ചകൾ വ്യക്തമല്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെന്ത് ചെയ്യണം? അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം. അപ്പോൾ വെളിച്ചത്തിൽ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ്. ദൈവം അത് ഇങ്ങനെ ഇരുട്ടത്തെ പറയത്തുള്ളൂ. വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാടും ഇങ്ങനെ ഇരുട്ടാക്കിക്കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ. ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല. ഇപ്പം എന്താ പറയണത്? പ്രയോജനമില്ലാത്ത ഈ ദാസന്, ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത്. അന്ധകാരം നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ്. ഈ നിഗൂഢ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെടുവിൻ, അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, മാനസാന്തരപ്പെടുവിൻ. ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും, പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല. അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ. അത് ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. ഇതിനാണ് അന്ധകാരത്തിൽ പറയുന്ന വചനങ്ങൾ. അത് നിഗൂഢ വചനങ്ങൾ എന്ന് പറയും. ഒക്കൾട്ട് വേഡ് എന്ന് ഞാൻ പറയണത്. അത് ഹിഡൻ വേഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പാടി വാഴ്ത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് ആദ്യമായി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അൽഫോൺസ. ഞാൻ മാരാരിക്കുളം സെൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ മാർച്ചിലായിരുന്നു എൻ്റെ എക്സാം. ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ എനിക്ക് സബ്ജക്റ്റ് ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. OBG എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഗൈനക്കോളജിക്ക് ആൻഡ് ഒബ്ജസ്ട്രീഷൻ. അതെനിക്ക് എന്നെക്കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ഞാൻ പഠിക്കും, പക്ഷേ എല്ലാം ഞാൻ മറന്നുപോകും. പിന്നെയും ഞാൻ പഠിക്കും, ഞാൻ മറന്നുപോകും. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ 4th ഇയർ എല്ലാ സബ്ജക്റ്റും. പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഓർക്കും, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്കൊരു പത്രം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ടോപ്പിക്ക് മാത്രം എഴുതി
പഠിച്ചിട്ട് അത് അതിൻ്റെ അകത്ത് കയറ്റി ഞാൻ വെക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ കുരിശ് വരച്ചിട്ട് മാതാവ് ഇനി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണേ, എനിക്ക് രണ്ടാമത് ഇനി പഠിക്കാൻ പറ്റില്ല, കുറേ ടോപ്പിക്കുണ്ട്, എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഞാൻ അങ്ങനെ അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ച് പേപ്പറിൻ്റെ അകത്ത് വെച്ചാണ് ഇരുന്നത്. അങ്ങനെ പരീക്ഷയുടെ സമയം വന്ന് അപ്പം ഞങ്ങൾ റൂമിൽ 4 പേരാണ്. അപ്പം ഞങ്ങൾ 4 പേരും മാതാവിൻ്റെ ഒരുവണ്ണായിട്ട് കുരിശ് വരച്ച് കാശുരൂപവും ഉടമ്പടി തൈലവും ആയിട്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിന് പരീക്ഷ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനാണ് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കണ്ടു. ഒരു ചേട്ടൻ്റെ നേഴ്സിങ്ങിന് പഠിച്ച് തന്നെ പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഉപ്പൊക്കെ ഉപയോഗിച്ച് പരീക്ഷ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, എടി നമുക്കും അങ്ങനെയൊക്കെ തന്നെ പോകാം. അങ്ങനെ പോക്കറ്റിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ച് പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടാണ് പോയത്. അങ്ങനെ പരീക്ഷ ഹോളിൽ ചെന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ മാതാവിൻ്റെ ഉപ്പ് വിതറി കുറച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയുന്നില്ല. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാവുന്നതുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് നിൽക്കാൻ എനിക്ക് കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങി. കാര്യം എന്ത് എഴുതി വെക്കും, എസ്സേ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവിനോട്, മാതാവ് എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ എന്ത് എഴുതി വെക്കും, എനിക്ക് ഈ വർഷം ജയിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം അവസാന വർഷമാണ്, ജയിച്ചില്ലെങ്കിൽ ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും അതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കതൊന്നും വരുത്തല്ലേ മാതാവ്, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് അവസാനം ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി ഞാൻ പേപ്പർ കൊടുത്ത്. അങ്ങനെ തന്നെ എല്ലാ പരീക്ഷയും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത്. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ മാതാവിനോട് ജസ്റ്റ് പാസ്, വേറെ ഒന്നും വേണ്ട മാതാവ്, എന്നെ ഒന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കാര്യം എനിക്ക് ജയിച്ചാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് മുഴുവനും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച, മാതാവ് എനിക്കൊന്ന് ജസ്റ്റ് പാസ് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഇത് ജയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ്. മാതാവ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നാൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചത് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എനിക്കറിയാം എൻ്റെ കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന്. പഠിച്ചാൽ മറന്നുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് പേപ്പർ നോക്കിയത് മാതാവ് തന്നെയാണ്. കാര്യം ഞാൻ അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഫസ്റ്റ് എന്തൊക്കെ വെച്ച് നോക്കിയാലും ഒരു വിഷയമെങ്കിലും എനിക്ക് പോകണ്ട. കാര്യം ഞാൻ ആദ്യത്തെ പരീക്ഷ ഒട്ടും ഞാൻ എഴുതിയിട്ടില്ല നല്ലപോലെ. അത് എനിക്ക് ഉറപ്പാണ് എനിക്ക് മാതാവ് തന്നതാണ്. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത് ആന്ധ്രയിലാണ്. അപ്പോൾ അവിടെ 3,70,000 രൂപയാണ് എനിക്ക് ഫീസ്. ഞാൻ 50,000 രൂപ അടച്ചിട്ടുള്ളൂ. അങ്ങനെ എപ്പോഴും ഫീസ് അടക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഫീസ് അടക്കാതെ ഹോൾ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എൻ്റെ അപ്പ മത്സ്യത്തൊഴിലാളിയാണ്, അമ്മ മീൻ കച്ചവടമൊക്കെയാണ്. അപ്പം എന്നെക്കൊണ്ട് അത് ഒട്ടും 3 ലക്ഷം രൂപയൊന്നും പെട്ടെന്ന് അടക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ ആകെയുള്ളത് ഞങ്ങളുടെ വീട്ടിലെ പ്രമാണം മാത്രമാണ്. അപ്പം ഞാൻ വേറൊന്നും നോക്കിയില്ല. അമ്മച്ചിയോട് ഞാൻ പ്രമാണം പണയം വെച്ച് അമ്മച്ചി പറഞ്ഞ് പ്രമാണം പണയം വെക്കാം. പക്ഷേ പ്രമാണം പണയം വെച്ച ബാങ്കുമായിട്ട് നമുക്കറിയാം കുറേ താമസം ഉണ്ടാവും. എനിക്കത് ഒട്ടും പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കാര്യം ഫീസ് അടക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കാലതാമസം ഉണ്ടാവും, മാക്സിമം പോയ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസമെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടക്കാനുള്ളതാണ്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് അനുവദിച്ച് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കാശുരൂപവും ഉപ്പും കൊണ്ടാണ് മാനേജറിൻ്റെ റൂമിൽ കയറിയത്. അന്ന് ഞാൻ അവിടെ വിതറി, മാതാവേ എനിക്ക് 15-ാം തീയതി എന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു, മാതാവേ 15-ാം തീയതിക്ക് മുമ്പ് എന്നെ അവിടെ ബാങ്കിൽ നിന്ന് വിളിക്കണേന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കോളേജിലായിരുന്നു. എന്നെ 15-ാം തീയതി എന്നെ വിളിച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യം നമ്പർ എടുത്തില്ല, ഞാൻ ഉറക്കമായിരുന്നു. നമ്പറായതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. പിന്നെ അവരെന്നെ വിളിച്ച് ഞാൻ എടുത്ത്, ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഡേറ്റ് പോലും ഞാൻ നോക്കിയില്ല. അപ്പം ഞാൻ ഉടനെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു ഇന്ന് എത്രാം തീയതി അടിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് 2-3 മാസമൊക്കെ ആവുമല്ലെന്നല്ലേ. ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് 15-ാം തീയതിയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് 15-ാം തീയതി തന്നെ ലോൺ സാങ്ഷൻ ആക്കി തന്നെയെന്ന്. അങ്ങനെ അവർ പറഞ്ഞു ഉടനെ തന്നെ വന്നുവെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് 3 ലക്ഷം രൂപ എനിക്ക് ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറി. ഞാൻ ഫീസ് അടച്ച് എനിക്ക് സർട്ടിഫിക്കറ്റും എൻ്റെ ഹോൾ ടിക്കറ്റും കിട്ടി. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ
പാസ്സായിട്ട് ഞാനൊരു ജോലിക്ക് കയറി. ഞാൻ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പക്ഷേ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഹിന്ദി എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ല. അവിടുത്തെ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരാണ് കൂടുതലും. പിന്നെ ചെല്ലുന്നതേ ഉള്ളൂ, ഫ്രഷറാണ്, അധികമൊന്നും അറിയത്തില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ഇട്ട്, ഞാനായിരുന്നു റൂമിൽ ഫസ്റ്റ് നൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നൈറ്റൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ആരുമില്ല, അധികം ഒന്നും അറിയത്തില്ല. എനിക്ക് ടെൻഷനായി. എനിക്ക് പേഷ്യൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതില്ല. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് അതുപോലെ അവരുടെ ഭാഷയിൽ പറയാൻ പറ്റുന്നില്ല. അവരെന്നോട് ചൂടാനൊക്കെ തുടങ്ങി. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവിടെ നിന്ന് കരച്ചിലായി. എപ്പോഴും എൻ്റെ പോക്കറ്റ് കാശ് രൂപ ഉണ്ടാവും, എപ്പോഴും എൻ്റെ കൊന്തയിൽ കാശ് രൂപ. അതുമായിട്ട് ഞാൻ എപ്പോഴും പോകണം. എവിടെ പോയാലും എവിടെ ചെറിയൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോലും എനിക്ക് എപ്പോഴും കാശ് രൂപ ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം ഞാൻ പോക്കറ്റിൽ നിന്ന് കാശ് രൂപ എടുത്ത് മുറുക്കി പിടിച്ച് ഞാൻ കരഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്നില്ല ഈ ഹോസ്പിറ്റലിൽ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നെയെന്ന് പറഞ്ഞ്. അടുത്ത ആഴ്ച അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഡെങ്കിപ്പനി അടിച്ച്. അപ്പോൾ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ 4 പേരും ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ 4 പേര് 2 പേര് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാനൊരു കൂട്ടുകാരത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. പക്ഷേ എല്ലായിടത്തും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എവിടെയും കയറാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 3 മാസം പിടിക്കും കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലായിടത്തും തിരക്കിയിട്ട് പറഞ്ഞ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല, എന്തൊക്കെ വന്നാലും രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ വിളിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അവൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതെന്നെ ശരിക്കും അങ്ങനെയല്ല, ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ ഹോസ്പിറ്റൽ വിളിച്ചിട്ട് ഒന്നും വേക്കൻസി ഇല്ല, ഫ്രഷേഴ്സിന് വേണ്ട, എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ പറഞ്ഞു. അത് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ ആ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും കാണാൻ ചോദിക്കാൻ തുടങ്ങി, എന്താ ജോലിക്ക് കയറുന്നില്ലേ, ഒന്നും ആയില്ലേ. ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ കയറത്തുള്ളൂ എന്ന്. കണ്ടവർ തന്നെ പിന്നെയും ചോദിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ്, ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും കയറി ജോലിക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ജോലിക്ക് കയറാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവ്, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇങ്ങനെ. അപ്പം അമ്മച്ചോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു, എടി മാതാവ് നിനക്കെന്തോ നല്ലത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര കാലതാമസം എന്ന് പറഞ്ഞു. നീ എന്തായാലും കൃപാസനത്തിൽ പോയി പത്രമൊക്കെ മടക്ക്, നീ ഒന്നും ഇത്ര വരെ ഞാൻ കോളേജിലായതുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു, പത്രം പോയി മടക്ക്, പറ്റണ ദിവസമൊക്കെ പത്രം പോയി മടക്കുന്നത്. അങ്ങനെ ഞാൻ പത്രമൊക്കെ മടക്കാൻ വേണ്ടി വന്നു. പിന്നെ ഇതുപോലെ ഒരു കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചേക്കി, അവിടെ പോയി അറ്റൻഡ് ചെയ്ത്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറ്റുന്നില്ല. മാതാവ്, ഞാൻ എവിടെ ചെന്നാലും എന്നെ റിജക്റ്റ് അടിക്കുകയാണല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കണം, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ. ഞാൻ കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന്. അങ്ങനെ ഇവിടെ ഞാൻ മാതാവിനെ ഉപയോഗിച്ച്, മാതാവ് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോകണം, നാട്ടിൽ നിൽക്കണം, അതോ ഞാൻ പുറത്ത് പോകണം, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പോകണം. എനിക്ക് കോയമ്പത്തൂർ ഇഷ്ടമാണ്. കാര്യം എനിക്ക് തമിഴൊക്കെ കുറച്ചൊക്കെ അറിയാം, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ ഓർത്ത് മാതാവിനോട് ചോദിക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം പലരും എന്നോട് പറയണം അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണെന്ന്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ എനിക്ക് പറഞ്ഞു തരാനോ എനിക്ക് ആരുമില്ല. എനിക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല. കുറച്ച് പേര് പറയും നല്ലത് മുംബൈയിലാണ്, കുറച്ച് പേര് പറയണത് നാട്ടിലാണ്. പക്ഷെ എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ, ഞാൻ എവിടെയാണ് പോകേണ്ടതെന്നെങ്കിലും എനിക്ക് കാണിച്ചതാണ്, വേറെ ഒന്നും എനിക്ക് കാണിച്ചു തരേണ്ട, എനിക്ക് ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോട്ടിട്ട് മാതാവിന് മുമ്പിരുന്ന് ഞാൻ എഴുതി ലോട്ടിട്ട് 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്. അതിൽ എനിക്ക് കിട്ടിയത് കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞു, മാതാവേ നിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഉറപ്പാണ്, ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റൽ തന്നെ നീ എനിക്ക് തന്ന, ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. കോയമ്പത്തൂർ എല്ലാ ഹോസ്പിറ്റലും ഞാൻ വിളിച്ചിട്ടുള്ളതാണ്. കാര്യം പണ്ട് ഞാൻ നേരത്തെ പോയപ്പോഴും തൊട്ട് എല്ലാവരും വിളിക്കണം. അപ്പോൾ അവിടെ എല്ലാവർക്കും വേക്കൻസി ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിളിച്ച് ഞാൻ എല്ലാ ഹോസ്പിറ്റലും നിരത്തിപ്പിടിച്ച് കുറേ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ CV വാട്സപ്പിലോട്ട് അയക്ക്, വേക്കൻസി ഉണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ഹോസ്പിറ്റലിലോട്ട് ഞാൻ CV അയച്ച്. പക്ഷേ എനിക്ക് വാട്സപ്പിൽ നിന്ന് ഒരെണ്ണത്തിന് മാത്രമേ എനിക്ക് റിപ്ലൈ തിരിച്ച് വന്നുള്ളൂ, നീ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറ് ഞാൻ ലോങ് ആണ്, കേരളത്തിലാണ് വീട്, എനിക്ക് സാറൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാറെന്നെ വിളിച്ച് നീ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നാ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, നീ വന്ന് ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. സാറിന് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 15-ാം തീയതി വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ ആരാധനയും കൂടി, ഞാൻ രാത്രി അച്ഛൻ്റെ ആരാധനയും കൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എനിക്ക് തന്നെ നീ തന്ന ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്, ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് അവിടെ കിട്ടിയേക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. 15-ാം തീയതി ചെന്ന്, അപ്പം ഞാൻ ഓർത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് ഓർത്ത് ഞാൻ ചെന്നത്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്. പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ പേപ്പർ എൻ്റെ കൈ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് ഓർത്ത്. അപ്പോൾ HR പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബൈബിളുണ്ട്, പോക്കറ്റ് ബൈബിൾ, അപ്പം ഞാൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. കാര്യം ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ ടെൻഷൻ കൊണ്ട് വരില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ ബൈബിൾ വായിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് HR വന്ന് ഇൻ്റർവ്യൂ പേപ്പർ തന്നിട്ട് പറഞ്ഞ് സൂപ്രണ്ടിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഒരു മലയാളിയായിരുന്നു സൂപ്രണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല, എന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നാട്ടിൽ സാലറി ഒന്നുമില്ല, കേരള രജിസ്ട്രേഷനൊന്നും അപ്ലൈ ആയിട്ടില്ല, പിന്നെ എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ച് തീർക്കണം, എനിക്ക് അവിടുത്തെ സാലറി കൊണ്ടൊന്നും ആകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് എവിടെയാണ് കേരളത്തിൽ വീട്? ഞാൻ പറഞ്ഞു ആലപ്പുഴയിലാണെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് ഈ മാസം തന്നെ വന്ന് ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത് പ്രശ്നവും ഇല്ലാതെ അവരെനിക്ക് അപ്പം തന്നെ എഴുതി തന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്ന് പറഞ്ഞ് HR പോയി കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ട് HR എന്നോട് ചോദിച്ചു എന്ന് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 26-ാം തീയതി ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാസം 26-ാം തീയതി ഞാൻ ജോലിക്ക് കയറുവാണ്. എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന നന്ദിക്ക് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പത്രം അടക്കുമായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ അന്ന് ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ തമിഴ് പത്രമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ എൻ്റെ പോക്കറ്റ് മണിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞാൻ രോഗികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകണമെന്ന് അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എപ്പോഴൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു, ഞായറാഴ്ച പാട് മാത്രമേ ഞാൻ പോകത്തുള്ളായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തൊട്ടും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു ദിവസം പോലും പോയില്ലെങ്കിൽ ഇനി ടെൻഷനാണ്, കർത്താവ് ഇനി എന്തായിരിക്കും എന്നോർത്ത് ടെൻഷനാണ്. പിന്നെ മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്, എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കണം. ഫോൺ എടുക്കും ഞാൻ, പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ബൈബിളിൻ്റെ വചനമായിരിക്കും ഫോണിൽ കൂടുതൽ വരണം. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ ചീത്ത വാക്കുകളൊക്കെ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല, നല്ലതൊക്കെ ഞാൻ നല്ലവരോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറുള്ളൂ. അങ്ങനെ അമ്മ മാതാവ് നിന്ന് വിശ്വസിക്കുന്ന ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു ജോൺ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും ഉണ്ണീശോയ്ക്ക് ഒത്തിരി നന്ദി. ഞാൻ നവംബർ 19, 2023 ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു BSc നഴ്സാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോബ് വേണം എന്നുള്ളത്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് PSC എക്സാം മുതൽ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ജോലി കിട്ടിയില്ല. എൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധിയായി പോവുകയായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന്, അപ്പോൾ എനിക്ക് DME സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയിൽ തന്നെ ജോലി തരണമെന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി തീരാൻ നവംബർ 15 തീരുമായിരുന്നു. അതിന് മുന്നേ നവംബർ 11 എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 10-ാം തീയതി എനിക്ക് PSC നിന്ന് അഡ്വൈസ് വന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ തന്നെ മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്ന അഡ്വൈസായിരുന്നു. DME സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയിൽ ജോലിക്ക് വേണ്ടിയുള്ള അഡ്വൈസായിരുന്നു അത്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ റാങ്ക് 1519 അമ്പതിനായിരത്തിലധികം ആൾക്കാർ എഴുതിയതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് EWS എന്ന ടേൺ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ കുട്ടികൾക്ക് ജോലിക്ക് കയറുന്ന സമയത്ത് പുതിയ EWS സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നിയമം വെച്ച ശേഷം ആ കുട്ടികൾ അതുപോലെ അതിനുവേണ്ടി ഗവൺമെൻറ്റിൽ അതുപോലെ ഹൈക്കോടതി വരെ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത സമയത്തുള്ള സർട്ടിഫിക്കറ്റ് മതി എന്നൊരു അനുകൂല നിലപാടെടുത്തു. അത് എനിക്കും എന്നെപ്പോലെ ഒത്തിരി കുട്ടികൾക്ക് ജോലിക്ക് കയറുന്നതിന് പ്രയോജനകരമായി. അതുപോലെ എനിക്ക് അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതിനാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി തീർന്ന് ഞാൻ 4-ാം ഉടമ്പടി പുതുക്കാനായിട്ട് പിറ്റേ ദിവസം നവംബർ 16 ഇവിടെ വന്നു. അപ്പം ഞാൻ അതൊരു നിയോഗമായിട്ട് അത് ഇവിടെ വെച്ചു.
അത് ഡിസംബർ 5-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. അങ്ങനെ ഡിസംബർ 8-ന് മാതാവിൻ്റെ അൽഫോൻസ നാൻ്റെ അന്ന് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഇങ്ങനെ മാതാവ് എനിക്ക് ഉടമ്പടി എടുത്തുന്നതിനനുസരിച്ച് എനിക്ക് ഓരോരോ നിയോഗങ്ങൾ മാതാവ് എനിക്ക് സഹായിച്ച് തന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പ്രശ്നപ്രവർത്തന ചെയ്യുന്നത് ഇവിടുത്തെ കൃപാസനം ഭദ്രം ബസ് സ്റ്റോപ്പ്, കോട്ടയം മെഡിക്കൽ കോളേജ്, അതുപോലെ ഓട്ടോസ്റ്റാൻഡിൽ വിതരണം ചെയ്തിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എനിക്ക് പറ്റുന്നോളം മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. എൻ്റെ മുന്നിൽ മാതാവ് എപ്പോഴും ആരെങ്കിലുമൊക്കെ കൊണ്ട് എത്തിക്കുമായിരുന്നു. പൈസ ആയിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ദൈവത്തിന് ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം എന്ന തിരുവചനം ഞാൻ ഒരു നോട്ട്ബുക്കിൽ മാതാവിൻ്റെ തൈലം തൂത്ത ശേഷം 1000 പ്രാവശ്യം എഴുതുമായിരുന്നു. പിന്നെ എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പേര്, കാറ്റഗറി നമ്പർ, അഡ്വൈസൊക്കെ വെച്ച് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം ഒരു ഫയലിൽ വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുകയാണ്. രാവിലെയും വൈകിട്ടും അതെടുത്ത് വെച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്ക് അത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായിട്ട്, വൈകിട്ട് കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാനായിട്ട്, അങ്ങനെ ഒരു കൃപാസന ഉടമ്പടിയിൽ അങ്ങനെ ഒരു ഇതെനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, പിന്നെ ദിവസം പ്രാർത്ഥനയല്ലാതെ പള്ളിയിൽ പോകാനായിട്ട്, ബൈബിൾ വായിക്കാനായിട്ട്, അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് എനിക്ക് കൃപാസന ഉടമ്പടി സഹായിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ കൃപാസന മാതാവിന് ഉണ്ണീശോയ്ക്ക് ഒത്തിരി നന്ദി.